നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും വളരെ സ്നേഹത്തോടും വിനയത്തോടും വന്ദനം അറിയിക്കുന്നു. വീണ്ടും നമുക്ക് കർത്താവിന്റെ പാദത്തിൽ ഇങ്ങനെ ഒരുമിച്ചായിരിക്കാൻ ഇടയായല്ലോ. ദൈവത്തെ സ്തുതിക്കുന്നു. പുതുതായി ആരെങ്കിലും സംബന്ധിക്കുന്നുണ്ടെങ്കിൽ ബോബി ബ്രദർ ഓർപ്പിച്ച പോലെ പ്രത്യേകം സ്നേഹം അറിയിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. പതിവായി സംബന്ധിക്കുന്നവരെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുകയാണ്. വിശേഷാല് പതിവായി നമ്മുടെ മീറ്റിംഗിൽ സംബന്ധിച്ചുകൊണ്ടിരുന്ന പ്രിയ രാജാന്റെ ദേഹവിയോഗത്തുള്ള ബന്ധത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന മേരി മാമയും മറ്റ് കുടുംബാംഗങ്ങളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ശാരീരിക ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്ന അമ്മണി ആന്റിയെ ഓർക്കാം, KC സാമുവലച്ചാനെ ഓർക്കാം. അതുപോലെ പരസ്പരം നമുക്ക് പ്രാർത്ഥനയിൽ എല്ലാവരെയും ഓർക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് വലിയ ഇടിയും മഴയും ഒക്കെ ഈ ഭാഗത്തുണ്ടായിരുന്നു. നെറ്റിന്റെ പ്രതിസന്ധി വരുമോ എന്ന് ഭയപ്പെട്ടു. എങ്കിലും നെറ്റിന് വലിയ പ്രയാസമില്ല. എന്നാൽ ചിലർക്കൊക്കെ ഒരുപക്ഷെ നെറ്റിന്റെ ബുദ്ധിമുട്ടുണ്ടാവാം. കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. നമുക്ക് ഇന്നത്തെ വചനധ്യാനത്തിനായിട്ട് കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനം 9-ാം അധ്യായം 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. 1 Corinthians chapter 9 verses 15 to 23. എങ്കിലും ഇത് ഒന്നും ഞാൻ പ്രയോഗിച്ചിട്ടില്ല. ഇങ്ങനെ എനിക്ക് കിട്ടണമെന്ന് വെച്ച് ഞാൻ ഇത് എഴുതുന്നതും അല്ല. ആരെങ്കിലും എന്റെ പ്രശംസ വൃഥാവാക്കുന്നതിനേക്കാൾ മരിക്ക തന്നെ എനിക്ക് നല്ലത്. ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഞാനത് മനഃപൂർവ്വം നടത്തുന്നു എങ്കിൽ എനിക്ക് പ്രതിഫലം ഉണ്ട്. മനഃപൂർവ്വം അല്ലെങ്കിലും കാര്യം എങ്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ എന്റെ പ്രതിഫലം എന്ത്? സുവിശേഷം അറിയിക്കുമ്പോൾ സുവിശേഷ ഘോഷണത്തിലുള്ള അധികാരം മുഴുവനും ഉപയോഗിക്കാതെ ഞാൻ സുവിശേഷ ഘോഷണം ചെലവ് കൂടാതെ നടത്തുന്നത് തന്നെ. ഇങ്ങനെ ഞാൻ കേവലം സ്വതന്ത്രൻ എങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി. യഹൂദന്മാരെ നേടേണ്ടതിന് ഞാൻ യഹൂദന്മാർക്ക് യഹൂദനെ പോലെ ആയി. ന്യായപ്രമാണത്തിൻ കീഴുള്ളവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണത്തിൻ കീഴുള്ളവൻ അല്ല എങ്കിലും ന്യായപ്രമാണത്തിൻ കീഴുള്ളവർക്ക് ന്യായപ്രമാണത്തിൻ കീഴുള്ളവനെ പോലെ ആയി. ദൈവത്തിന് ന്യായപ്രമാണം ഇല്ലാത്തവൻ ആകാതെ ക്രിസ്തുവിന് ന്യായപ്രമാണം ഉള്ളവനായി ഇരിക്കെ ന്യായപ്രമാണം ഇല്ലാത്തവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണം ഇല്ലാത്തവർക്ക് ന്യായപ്രമാണം ഇല്ലാത്തവനെ പോലെ ആയി. ബലഹീനന്മാരെ നേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി. ഏത് വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷ നിമിത്തം ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അല്പം ദീർഘമായ വേദഭാഗമാണ്. തന്നെമല്ല വായിച്ചപ്പോൾ ആകെ ഒരു ചെറിയ കൺഫ്യൂഷനും ഒക്കെ തോന്നാനുള്ള സാധ്യതയും ഉണ്ട്. എന്നാലും നമുക്കിത് ലളിതമായി പഠിക്കാവുന്നതേ ഉള്ളൂ. കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. ഇന്നത്തെ വേദഭാഗത്തിന് ഞാനൊരു ഹെഡിങ് കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് സുവിശേഷവൽക്കരണത്തിന്റെ അനിവാര്യത എന്നുള്ളതാണ്. കുറച്ചുകൂടെ ലളിതമായ വാക്കുകൾ ഉപയോഗിച്ച് പറഞ്ഞാൽ സുവിശേഷം അറിയിക്കുന്നതിന്റെ ഗൗരവം. ഇതാണ് ഇന്നത്തെ വേദഭാഗത്ത് കാണുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പറയുമ്പോൾ പരിശുദ്ധാത്മാവാണ്. പക്ഷെ നമ്മൾ പുസ്തകം പഠിക്കുമ്പോൾ ആ നിലയിൽ സംസാരിക്കുന്നു എന്ന് മാത്രമേ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് സുവിശേഷം അറിയിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ അത് അനേകരിലേക്ക് എത്തിച്ചേരേണ്ടതിന് ഞാൻ എൻ്റെ അവകാശങ്ങളെല്ലാം, എൻ്റെ അധികാരങ്ങളെല്ലാം, എൻ്റെ ഇഷ്ടങ്ങളെല്ലാം സമർപ്പിക്കാൻ, മാറ്റിവെക്കാൻ ഞാൻ തയ്യാറാണ്.
ഇന്നത്തെ വേദഭാഗത്ത് പറയുന്ന അത് മാത്രമല്ല, ഞാൻ എന്നെ തന്നെ വിധേയപ്പെടുത്താൻ എനിക്ക് മനസ്സാണ്. എന്നെ തന്നെ ഞാൻ മറ്റുള്ളവർക്ക് ദാസനാക്കാൻ, അടിമയാക്കാൻ തയ്യാറാണ്. ലക്ഷ്യം ഇതാണ്, എങ്ങനെങ്കിലും സുവിശേഷം അറിയിക്കപ്പെടണം, ചിലരെങ്കിലും രക്ഷിക്കപ്പെടണം, അനേകം രക്ഷിക്കപ്പെടണം. അതാണ് തന്റെ ആഗ്രഹം. ഇതിനു വേണ്ടി തന്റെ ഇഷ്ടാനിഷ്ടങ്ങളും തന്റെ അധികാരങ്ങളും അവകാശങ്ങളും മാത്രമല്ല, തന്നെ തന്നെ താൻ വിധേയപ്പെടുത്തുവാൻ, താഴ്ത്തുവാൻ മനസ്സാണ് എന്നുള്ളതാണ് പറയുന്നത്. അതിലൂടെ വെളിപ്പെടുത്തിക്കൊണ്ട് വരുന്ന ഒരു സത്യം കൂടെ ഉണ്ട്. തന്റെ അധികാരങ്ങളും അവകാശങ്ങളും താൻ സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ തനിക്ക് ഭൗതികമായ ഒരു നേട്ടവും ആഗ്രഹിക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. രണ്ട്, തന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ, തന്നെ തന്നെ അടിമയാക്കുന്നു എന്ന് പറയുമ്പോൾ താൻ ഇവിടെ ഒരു പേരോ പ്രശസ്തിയോ ആഗ്രഹിക്കുന്നില്ല എന്നും അതിലൂടെ വെളിപ്പെട്ട് വരുന്നുണ്ട്. അപ്പൊ നാം വായിച്ച വേദഭാഗത്ത് അത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിലിരിക്കണം. സുവിശേഷത്തിന്റെ വ്യാപനത്തിന് തന്റെ എല്ലാ ഇഷ്ടങ്ങളും മാറ്റിവെക്കാൻ, അവകാശങ്ങൾ മാറ്റിവെക്കാൻ, അധികാരങ്ങൾ മാറ്റിവെക്കാൻ തയ്യാറാണ്. തന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കാൻ മനസ്സാണ്. തനിക്ക് ലക്ഷ്യം ആത്മീക ലക്ഷ്യം മാത്രമാണ്. ഇതാണ് ഈ ഭാഗത്ത് നിന്ന് പഠിക്കുന്നത്. ഇതിന്റെ വിശദീകരണമാണ് ഓരോ വാക്യത്തിലും ഉള്ളത്. നമുക്കിനി ഓരോ വാക്യവും ഒന്ന് വായിച്ച് അല്പമായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകാം. 15-ാം വാക്യം ഞാൻ വീണ്ടും വായിക്കുകയാണ്. എങ്കിലും ഇതൊന്നും ഞാൻ പ്രയോഗിച്ചിട്ടില്ല, ഇങ്ങനെ എനിക്ക് കിട്ടണമെന്ന് വെച്ച് ഞാൻ ഇത് എഴുതുന്നതുമല്ല. ആരെങ്കിലും എന്റെ പ്രശംസ വൃഥാവാക്കുന്നതിനേക്കാൾ മരിക്ക തന്നെ എനിക്ക് നല്ലത്. 3 കാര്യങ്ങൾ ആ വാക്യത്തിലുണ്ട്. ഒന്ന്, എങ്കിലും ഇതൊന്നും ഞാൻ പ്രയോഗിച്ചിട്ടില്ല. അപ്പൊ ആ എങ്കിലും എന്നുള്ള വാക്ക് വന്നതുകൊണ്ട് മുകളിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞത് നമ്മുടെ ഓർമ്മയിലേക്ക് വരണം. എന്ന് പറഞ്ഞാൽ, സുവിശേഷ വേല ചെയ്യുന്നവർ, സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നവർ സുവിശേഷത്താൽ ജീവിക്കണം എന്ന് കർത്താവ് പറഞ്ഞതാണ് തൊട്ടുമുകളിൽ കാണുന്ന വാക്യം. വിവിധ വിഷയങ്ങൾ ആ നിലയിൽ ഓർപ്പിക്കുകയുണ്ടായി. ആനുകാലിക വിഷയങ്ങൾ, അല്ലെങ്കിൽ ഇത് എഴുതുന്ന കൊരിന്ത്യരുടെ കണ്ണിന്റെ മുൻപിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. ആദ്യം പട്ടാളത്തിൽ പോകുന്നവർ സ്വന്തം ചെലവിലല്ല, അവരുടെ വെൽഫെയർ എല്ലാം നോക്കുന്ന രാജ്യമാണ്. മുന്തിരിത്തോട്ടം നട്ടു വളർത്തുന്നവർ അതിന്റെ മുന്തിരിപ്പഴം, അതിന്റെ ജ്യൂസ്, വൈന്, മുന്തിരിനീര് കുടിക്കും. ആടിനെ വളർത്തുന്നവർ അതിന്റെ പാല് കുടിക്കും. അത് ന്യായമാണ്, സ്വാഭാവികമാണ്. അത് ആ ആടിനെ വളർത്തുന്ന ആളിന്റെ അവകാശമാണ്. അതുപോലെ തന്നെ പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്, മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. തന്നെയുമല്ല, അവരുടെ കൺമുൻപിൽ അവർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് യഹൂദന്മാരെന്ന നിലയിൽ ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാർ ആ ദൈവാലയത്തിൽ നിന്ന്, ആ യാഗത്തിൽ നിന്ന് അവർക്ക് എടുക്കാൻ പറ്റുന്നത്, അനുവദിച്ചിട്ടുള്ളത് എടുത്ത് അവർ ഭക്ഷണം കഴിക്കുന്ന കാര്യം അത് അവർ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ യാഗപീഠത്തിൽ വേല ചെയ്യുന്നവർ യാഗപീഠത്തിൽ നിന്ന് ഉപജീവനം കഴിക്കുന്നു. യേശുക്രിസ്തുവും വായി കൊണ്ട് തന്റെ സ്വന്തം നാവിനാൽ പറഞ്ഞു, സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷം കൊണ്ട് ജീവിക്കണം. എന്നിട്ട് താൻ പറയാണ്, ഇതെല്ലാം ശരിയാണ്, അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് എല്ലാ അവകാശവും അധികാരവും എനിക്കുണ്ട്. പക്ഷെ ഇതൊന്നും ഞാൻ പ്രയോഗിച്ചിട്ടില്ല. ഇതൊന്നും എന്ന് പറഞ്ഞാൽ അവരെ ഏതെങ്കിലും തരത്തിൽ ഭൗതികമായ വിഷയത്തിൽ അവരെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ല, ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്ന് പറയാണ്. ഇനി അതിന്റെ 2-ാം ഭാഗം എന്ന് പറയുന്നത്, 3 കാര്യങ്ങളാണ് അതിലുള്ളതെന്ന് ഞാൻ പറയുന്നത്. 2-ാം ഭാഗം, ഇങ്ങനെ എനിക്ക് കിട്ടണമെന്ന് വെച്ച് ഞാൻ എഴുതുന്നതുമല്ല. ഇത് പറയുമ്പോൾ താൻ മുകളിൽ പറഞ്ഞു ഞാനിതൊന്നും ആഗ്രഹിച്ചിട്ടില്ല, ഞാനിതൊന്നും വാങ്ങിച്ചിട്ടുമില്ല എന്ന് പറയുമ്പോൾ, പറഞ്ഞ് ഇതൊക്കെ എഴുതുമ്പോൾ ചിലർ വിമർശിക്കാൻ സാധ്യതയുണ്ട്. വിമർശകർ എല്ലായിടത്തും ഉണ്ടല്ലോ, വിമർശിക്കാൻ സാധ്യതയുണ്ട്. പുള്ളിക്ക് ഇതുവരെ ഒന്നും വാങ്ങിച്ചില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ ആ വാക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരു ചെറിയ പരിഭവം തനിക്കില്ലേ? ഇപ്പൊ വല്ലതും കിട്ടാൻ വേണ്ടി അല്ലയോ താൻ ഇത് എഴുതിയത്? വല്ലതും കിട്ടിയാൽ കൊള്ളാമെന്നല്ലേ തന്റെ ആഗ്രഹം എന്ന് ചിന്തിക്കരുതെന്ന് താൻ പറയുകയാണ്. അങ്ങനെയൊന്നുമല്ല, ഞാനിത് എഴുതിയതിന്റെ ഉദ്ദേശം അതൊന്നുമല്ല. എഴുതിയത് വളരെ കൃത്യമായി കാര്യങ്ങൾ നിങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടിയാണ്. ഞാൻ ആ ഭാഗം ധ്യാനിച്ചപ്പോൾ ഓർക്കുകയുണ്ടായി, ഈ വേദഭാഗം എടുത്ത് സാധാരണ ആരും ഒരിടത്ത് എന്ന് പ്രസംഗിക്കുകയില്ല. ഈ ഇപ്പം നമ്മൾ വായിച്ച വേദഭാഗം ഒരു പ്രസംഗത്തിന് ആരെങ്കിലും അല്ലെങ്കിൽ ഒരു പതിനശുശ്രൂഷയ്ക്ക് വിളിച്ചാൽ വേറെ എത്രയോ വിഷയങ്ങളല്ലാതെ ഇതെടുത്ത് പ്രസംഗിക്കത്തില്ല. എന്താ പ്രസംഗിക്കാത്തതെന്ന് ചോദിച്ചാൽ, ഇത് പ്രസംഗിച്ചാൽ ആൾക്കാർ വിചാരിക്കും വല്ലതും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രസംഗിക്കുന്നത് എന്നങ്ങ് ചിന്തിക്കും. എല്ലാവരും അങ്ങനെ ചിന്തിക്കുമെന്നല്ല ഞാൻ പറയുന്നതെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നവർ കാണും എന്നുള്ളത് കൊണ്ട് സാധാരണഗതിയിൽ ഈ ഭാഗങ്ങളൊക്കെ ഒഴിവാക്കുകയുള്ളൂ.
എന്നാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ, കാരണം നമ്മൾ ഇത് ക്രമമായി പഠിച്ചു വരുന്നത് കൊണ്ട് നമ്മൾ ഇത് പഠിച്ചേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഞാനും ഇത് ഒഴിവാക്കുമായിരുന്നു എന്ന് വേണം വിചാരിക്കാൻ. കാരണം ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോകാൻ സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാണ്, ഞാന് എന്തെങ്കിലും ഇനി കിട്ടണമെന്ന് ആഗ്രഹിച്ചൊന്നും അല്ല ഇത് എഴുതുന്നത്. അതിന്റെ മറുവശം ഒന്ന് ചിന്തിക്കണം. ചിലര് അതിനുവേണ്ടി പറയുന്നവരുമുണ്ട്. അങ്ങനെയുള്ള സുവിശേഷ പ്രവർത്തകരും ആത്മീയ പ്രവർത്തകരും ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. നമ്മള് എബ്രായ ലേഖനം പഠിച്ചപ്പോൾ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകും. എബ്രായ ലേഖനം പഠിച്ചപ്പോൾ അതിന്റെ 12:17 നമ്മളൊന്ന് ഓർത്തതാണ്. ഒന്ന് ഓർപ്പിച്ചു പോകാൻ എന്റെ മനസ്സ് പറയുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇങ്ങനെയാ വായിക്കുന്നത്: നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ, അല്ല ഞാൻ നിങ്ങൾക്ക് നന്നല്ല. എബ്രായ ലേഖനം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ്. അവിടെ പറഞ്ഞിരിക്കുന്നതിൽ ഇത് വ്യാഖ്യാനിച്ചു കൊണ്ടുവരുന്നത്, നിങ്ങളെ നടത്തിയവരെ ആത്മീയമായി നിങ്ങളുടെ നടുവിൽ ശുശ്രൂഷിക്കുന്നവർ സങ്കടപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കാൻ ഇടവരരുത് എന്ന് പറഞ്ഞിട്ട്, അത് അവർ ഞെരുക്കമോ അവർക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായാൽ അവർ ഞരങ്ങിക്കൊണ്ടായിരിക്കും നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നത്, നിങ്ങൾക്ക് നന്നല്ല, അതുകൊണ്ട് നിങ്ങൾ കാര്യമായിട്ട് അവരെ സഹായിക്കണം എന്ന മട്ടിലൊക്കെ വ്യാഖ്യാനിച്ച് പ്രസംഗിക്കുന്നവരുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അന്ന് നമ്മൾ ഓർപ്പിച്ചു, അതൊന്നുമല്ല അതിന്റെ അർത്ഥം. വാസ്തവമായി കർത്താവിനെ സ്നേഹിച്ച് സേവിക്കുന്നവർ, ദൈവവചനം ശുശ്രൂഷിക്കുന്നവർ ഒരിക്കലും എത്ര സാമ്പത്തിക പ്രതിസന്ധി വന്നാലും ഞരങ്ങിക്കൊണ്ട് ശുശ്രൂഷ ചെയ്യത്തില്ല. അവരെത്ര പട്ടിണി കിടന്നുകൊണ്ട് ആണ് ശുശ്രൂഷിക്കുന്നതെങ്കിലും ചിരിക്കുന്ന മുഖത്തോട് സന്തോഷത്തോട് മാത്രമേ ചെയ്യത്തുള്ളൂ. പിന്നെ അവർ ഞരങ്ങുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അതിന്റെ ആ വാക്യത്തിൽ തന്നെ ഉണ്ട്. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് അവരെ ഓർപ്പിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ, അതിനനുസരിച്ച് അവരുടെ ആത്മീയ ജീവിതം മെച്ചപ്പെടുന്നില്ലെങ്കിൽ, അവരുടെ ആത്മീയ ജീവിതം വളരുന്നില്ലെങ്കിൽ അപ്പോഴാണ് ഞരങ്ങുന്നത്. പക്ഷെ അതിന് പകരം വേറെ തരത്തിൽ ഒക്കെ അത് വ്യാഖ്യാനിച്ചത് സാമ്പത്തിക സഹായവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ചിന്തിക്കാറുണ്ട്. അത് സ്വാഭാവികമാണ്. അപ്പൊ അതുപോലെ ഇവിടെ താൻ പറയുകയാണ്, ഞാൻ ഈ എഴുതിയതൊന്നും ഇത്രയും നാള് ഞാനൊന്നും വാങ്ങിച്ചില്ല, ഇനിയും വല്ലതും തരണം എന്ന് പറയാനല്ല എന്ന് താൻ ഓർപ്പിക്കുന്നു. ആ വാക്യത്തിന്റെ 3-ാം ഭാഗത്തേക്ക് വരികയാണ്. ആരെങ്കിലും എന്റെ പ്രശംസ വൃഥാവാക്കുന്നതിനേക്കാൾ മരിക്ക തന്നെ എനിക്ക് നല്ലത്. എന്താ തന്റെ പ്രശംസ? പ്രശംസയ്ക്ക് പകരം മറ്റൊരു വാക്ക് ഉപയോഗിക്കണം, അത് ഞാൻ പുറകാലെ പറയാം. എന്താ തന്റെ പ്രശംസ? തന്റെ പ്രശംസ എന്ന് പറയുന്നത്, താൻ സുവിശേഷം അറിയിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കുന്നില്ല. എന്നാൽ സുവിശേഷം അറിയിക്കുന്നിടത്ത് നിന്ന് ഉപജീവനത്തിനുള്ള മാർഗം സ്വീകരിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ട്, അല്ലെങ്കിൽ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് തന്റെ പ്രശംസ. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കട്ടെ. അതായത് സുവിശേഷം അറിയിക്കുന്ന കാര്യത്തിൽ അത് തീഷ്ണതയോടെ സുവിശേഷം അറിയിക്കുന്നു, അതിന് യാതൊരു മാറ്റവുമില്ല. എന്നാൽ സുവിശേഷം അറിയിക്കുമ്പോൾ അവരിൽ നിന്ന് ഉപജീവനത്തിലുള്ളത് സ്വീകരിക്കാവുന്നതാണ്. പക്ഷെ താൻ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് തന്റെ പ്രശംസയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും, പൗലോസ് കൊരിന്തിൽ പ്രവർത്തിക്കുമ്പോൾ ആ കാലത്ത് അവിടെ വന്നു പാർക്കുന്ന അക്വിലാസ്, നമ്മൾ പലപ്പോഴും ഓർത്താണ്, പ്രിസ്കില്ല ദമ്പതിമാർ ഒരു ആത്മീയ താല്പര്യമുള്ളവരാണ്. അവരുടെ പണി കൂടാരപ്പണിയാണ്. പൗലോസിനും ആ തൊഴിലറിയാം. അതുകൊണ്ട് അവരുടെ കൂടെ താമസിച്ച് കൂടാരപ്പണി ചെയ്ത്, എന്നാൽ സുവിശേഷ വേലയ്ക്ക് ഒരു വിഘ്നവും വരാതെ താൻ പ്രവർത്തിച്ചു പോരുകയാണ് ചെയ്തത്. ആ കാര്യമാണ് പറയുന്നത്. അവരിൽ നിന്ന് വാങ്ങിയില്ല. അതാണ് തന്റെ പ്രശംസ. ആ പ്രശംസ എന്നുള്ള വാക്കിന് പകരം അത് സന്തോഷം എന്ന വാക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ബൈബിള് പഠിക്കുമ്പോൾ ബൈബിളിൽ അത് കാണാനായിട്ട് കഴിയും. ഇപ്പം ഉദാഹരണമായിട്ട് വായിക്കുന്നില്ല, ഞാനങ്ങ് പറഞ്ഞു പോകാം. റോമാലേഖനം 5-ാം അധ്യായം 3-ാം വാക്യം ഇങ്ങനെയാ വായിക്കുന്നത്. പരിചയമുള്ളതായോണ്ട് പറഞ്ഞു പോകാം. അവിടെ കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു എന്നാണ് അവിടെ മലയാളത്തിൽ നമ്മൾ വായിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ പ്രശംസിക്കുക എന്നല്ല, അവിടെ വി റിജോയ്സ്, സന്തോഷിക്കുന്നു എന്നാണ്. അപ്പോൾ പ്രശംസ എന്നുള്ളതിന് പകരം അവിടെ വാസ്തവത്തിൽ സന്തോഷിക്കുന്നു എന്ന വാക്കാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതുപോലെ ഇവിടെയും സന്തോഷം എന്ന വാക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിച്ചാൽ ആരെങ്കിലും എന്റെ സന്തോഷം വൃഥാവാക്കുന്നതിനേക്കാൾ, എന്താ തന്റെ സന്തോഷം?
സുവിശേഷം തീഷ്ണതയോടെ അറിയിക്കുന്നു. അപ്പോൾ തന്നെ അവരെ ആരെയും, ഞാൻ വേറെ വാക്കൊന്നും ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഈ പലർക്കും ബുദ്ധിമുട്ടായിരിക്കത്തില്ല, എങ്കിലും അവരുടെ താമസിപ്പിക്കുക എന്ന് പറയുന്നത്, അവർക്ക് ഫുഡ് കൊടുക്കുക, ചിലപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് അല്ലെങ്കിൽ വ്യത്യസ്തമായ ഫുഡൊക്കെ കൊടുക്കുന്നതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഇല്ലെന്നല്ല, ഉണ്ട്. പക്ഷെ ചിലർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയില്ല, എന്നേ ഉള്ളൂ. അപ്പൊ ആരെയും ഞാൻ ബുദ്ധിമുട്ടിക്കാതെ സുവിശേഷം അറിയിക്കുന്നു എന്നുള്ളതാണ് എന്റെ സന്തോഷം. ആ സന്തോഷം ഞാൻ നഷ്ടപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇനിയും ആണെങ്കിലും അവരിൽ നിന്ന് ഒന്നും വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മാത്രമല്ല, താൻ പറഞ്ഞിരിക്കുന്ന ഒരു പ്രയോഗം കണ്ടു, അതിനേക്കാൾ ഭേദം മരിക്കുന്നതാണെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മരിക്കുന്നതിനേക്കാൾ സീരിയസ് ആയ ഒരു കാര്യമുണ്ട് മരണം എന്ന് പറയുന്നത്. സാധാരണ എല്ലാവരും അത്, പൗലോസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾ തന്നെയാണ്, എന്നാലും മരണത്തിന് ഒരു പ്രത്യേക ഒരു സ്ഥാനമാണല്ലോ ഉള്ളത്. അപ്പൊ അതിനേക്കാൾ നല്ലതാണ് ഏതാ, അവരിൽ നിന്ന് വല്ലതും സ്വീകരിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ എത്രയധികം താന് അവരെ ബുദ്ധിമുട്ടിക്കാതെ സുവിശേഷം അറിയിക്കുന്നതിൽ സന്തോഷിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്കിനി അടുത്ത വാക്യത്തിലേക്ക് പോകാം. 16-ാമത്തെ വാക്യം. 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഞാൻ ആ വാക്യം വിശദീകരിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ആ ഇടയ്ക്കത്തെ ഭാഗം തൽക്കാലം ഒന്ന് മാറ്റി നിർത്തുക. ഏത്? നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു എന്നുള്ളത്. അത് നമുക്ക് പറയാം, എന്നാൽ അത് പിന്നീട് ചിന്തിക്കാം. ബാക്കി ആ രണ്ടും കൂടെ ഒന്ന് ചേർത്ത് ചിന്തിക്കാം. എന്താ വായിക്കുന്നത്? 16-ാം വാക്യത്തിൽ, ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. നോക്ക്, നമ്മള് ഇതിനകത്തെ പ്രധാന വിഷയം എന്താന്ന് നമ്മൾ ചിന്തിച്ചു. സുവിശേഷവൽക്കരണത്തിന്റെ അനിവാര്യത, അഥവാ സുവിശേഷം അറിയിക്കുന്നതിന്റെ ഗൗരവമാണ് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് പഠിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയാണ്, സുവിശേഷം അറിയിക്കുന്നെങ്കിൽ എനിക്ക് പ്രശംസിക്കാൻ ഒന്നും ഇല്ല എന്ന്. എന്നാൽ അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം, അത് കഷ്ടകരമായ ഒരു കാര്യമാണ് സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എന്ന്. ഞാൻ ഈ ഭാഗം ധ്യാനിച്ചപ്പോൾ എന്റെ ഓർമ്മയിലേക്ക് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു കാര്യം ഓർമ്മ വന്നു. ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം, ഞങ്ങളെ അന്ന് പഠിപ്പിച്ചിരുന്ന ഞങ്ങളുടെ ക്ലാസ് ടീച്ചറിനെ എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ശിവശങ്കരപ്പിള്ള സാറാണ്, മറന്നിട്ടില്ല. അദ്ദേഹമാണ് ഇംഗ്ലീഷും സോഷ്യൽ സ്റ്റഡീസും പഠിപ്പിക്കുന്നത്. അന്ന് 6 വിഷയമാണ് ഉള്ളത്. അതിലൊരു വിഷയം സോഷ്യൽ സ്റ്റഡീസ്. അതാണ് ഏറ്റവും പ്രയാസം കുറഞ്ഞത്. അന്നത്തെ കാലത്ത് ഏറ്റവും പ്രയാസം കുറഞ്ഞ അതാണ്. അപ്പം അന്നൊക്കെ ഒരു 50 കുട്ടികൾ ഒരു ക്ലാസ്സിൽ കാണും. അതില് പബ്ലിക് എക്സാം ഒക്കെ വരുമ്പോൾ ജയിക്കുന്നത് 2 പേര് 3 പേര് 5 പേരൊക്കെ ജയിച്ചാൽ വലിയ കാര്യം. അന്നത്തെ സ്ഥിതിയൊക്കെ അങ്ങനെയായി. ഞാൻ പഠിക്കുന്ന കാലത്ത് ഒരാള് 2 പേര്, അല്ലെങ്കിൽ മാക്സിമം ഒരു ക്ലാസ്സിൽ ജയിക്കുന്ന 5 പേര്. ഇന്ന് ഒരു ക്ലാസ്സിൽ നിന്ന് ആരും തന്നെ തോക്കുന്നില്ല, ചിലപ്പോൾ 1-2 പേരൊക്കെ ആയിരിക്കും, അഥവാ തോറ്റാൽ തന്നെ തോക്കുക. അപ്പൊ അന്ന് ഓണം പരീക്ഷയുണ്ട്, പിന്നെ ക്രിസ്തുമസ് പരീക്ഷയുണ്ട്, അത് കഴിഞ്ഞാണ് പിന്നെ ഫൈനൽ എക്സാമിനേഷൻ. ഓണം പരീക്ഷ കഴിഞ്ഞ് കൊണ്ടുവന്ന് പേപ്പറൊക്കെ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ക്രിസ്തുമസ് പരീക്ഷ കഴിഞ്ഞ് പേപ്പറൊക്കെ കൊടുക്കുമ്പോൾ സാറ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരുപാട് പേര് ഞെളിഞ്ഞിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. എല്ലാ സോഷ്യൽ സ്റ്റഡീസിന് ജയിച്ചെന്നും പറഞ്ഞാ നിങ്ങൾ ചിലരൊക്കെ ഞെളിഞ്ഞിരിക്കുന്നത് എന്ന് പറയും. മറ്റേ 5 വിഷയത്തിനും തോറ്റു, ആകെ ജയിച്ചത് ഈ സോഷ്യൽ സ്റ്റഡീസിന് മാത്രമാണ്. അതിന് ജയിച്ചെന്നും പറഞ്ഞ വലിയ കാര്യത്തിൽ ഇരിക്കുകയാണ്. ഇതാണ് നാം പറയുന്നത്. അപ്പൊ അതിനെന്ത് ചെളിയൊന്നും വേണ്ട. സോഷ്യൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രയാസം കുറഞ്ഞാണ്. അതിന് ജയിച്ചെന്ന് വിചാരിച്ചൊന്നും വലിയ കാര്യമൊന്നും അല്ല. എന്നിട്ട് താൻ പറയും, എന്നാൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, അതിനും കൂടെ തോറ്റെന്ന് പറയുന്നത് നാണം കെട്ട കാര്യമാണ് കേട്ടോ എന്ന് സാറ് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഏതാണ്ട് ഇത് അതുമായിട്ട് വേണമെങ്കിൽ താരതമ്യപ്പെടുത്താൻ പറ്റും. കാരണം സുവിശേഷം അറിയിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് ഞെളിയാൻ, പ്രശംസിക്കാൻ ഒന്നുമില്ല. കാരണം അത് അതാണ് നമ്മൾ പിന്നെ തൊട്ടടുത്ത് എഴുതിക്കുന്നത്, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. അങ്ങനെ അത് ചെയ്തേ പറ്റൂ എന്നുള്ളതാണ്. അത് നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. അതിന്റെ വിശദീകരണം അല്പം കൂടെ പിന്നീട് പറയാം. ഞാൻ മറ്റൊരു എക്സാമ്പിൾസും അതിന് കണ്ടെത്തുകയുണ്ടായി. അത് എങ്ങനെയൊന്നും ശരിക്കും മനസ്സിലാക്കണം. കാര്യം സുവിശേഷം അറിയിക്കുക എന്നുള്ളത് അത്ര ഗൗരവമുള്ള കാര്യമാണ്. അത്ര നമുക്ക് ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റുന്നതല്ലെന്ന് ബോധ്യപ്പെടണം. ഞാൻ അതിന് 1-2 എക്സാമ്പിളൂടെ എന്റെ മനസ്സിലേക്ക് വരികയുണ്ടായി. ഒന്ന്,
ഞാൻ പറയുന്നത് വിചാരിക്കാം, ഞാൻ ഇന്ന് ശ്വാസം എടുക്കുന്നു എന്ന് പറയാം. ശ്വാസം എടുക്കുന്നു, അതിനകത്ത് വല്ലതും അഭിമാനിക്കാനുണ്ടോ? അതിനകത്ത് വല്ലതും പ്രശംസിക്കാനുണ്ടോ? ശ്വാസം എടുത്തേ പറ്റത്തുള്ളൂ. അത് ജീവിച്ചിരിക്കണമെങ്കിൽ ശ്വാസം എടുക്കണം. പക്ഷെ ഞാൻ ശ്വാസം എടുക്കുന്നില്ലെങ്കിലോ, അയ്യോ കഷ്ടം, എന്റെ ജീവിതം മുന്നോട്ട് പോവുകയല്ല, അയ്യോ കഷ്ടമാണത്. അപ്പൊ നോക്കുക, ആ ശ്വാസം എടുക്കുന്നു എന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനിക്കാനില്ലെങ്കിലും ശ്വാസം എടുക്കുന്നില്ലെങ്കിൽ അത് ഭയങ്കര സങ്കടകരമായ, പരിതാപകരമായ കാര്യം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. കാരണം അത് ഈ സുവിശേഷം അറിയിക്കുന്നതിന്റെ ഗൗരവം നമ്മൾ അറിയണം. അതിനു വേണ്ടി ഒരാളെ പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ്മാനായിട്ട് ജോലിക്ക് നിയമിച്ചു ഗവൺമെന്റ്. അദ്ദേഹത്തെ നിയമിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം എഴുത്തൊക്കെ വന്നു. പോസ്റ്റ് ഓഫീസിൽ ചെന്നു. ഇപ്പൊ കുറെ എഴുത്തുകൾ വന്നു. ആ എഴുത്തെല്ലാം കൊണ്ടുവന്ന് ഓരോ വീടുകളിൽ കൊടുത്തിട്ട് അദ്ദേഹം വന്ന് പറയാണ്, ഞാൻ അവിടെ വന്ന് എഴുത്തെല്ലാം ഓരോ വീട്ടിൽ കൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞ് വല്ലതും പ്രശംസിക്കാനുണ്ടോ? അതിന് തന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. അത് ചെയ്തേ പറ്റുകയുള്ളൂ. എന്നാൽ അത് ചെയ്യുന്നില്ലെങ്കിലോ, അയ്യോ കഷ്ടം, ജോലി തെറിക്കും. അപ്പൊ ഈ നിലയിൽ നമ്മൾ ഓർക്കണം, അതിന്റെ ഗൗരവം. സുവിശേഷം അറിയിക്കുക എന്നുള്ളത് നമുക്ക് അതിനകത്ത് സന്തോഷിക്കാം, പക്ഷെ നെഗളിക്കാനൊന്നുമില്ല, അല്ലെ പ്രശംസയെ പറയാനൊന്നുമില്ല. ഞാൻ ഇന്ന് ഇത്ര പേരുടെ സുവിശേഷം പറഞ്ഞെന്നോ, ഞാൻ ഇത്ര ട്രാക്ട് കൊടുത്തെന്നോ, ഇത്ര കവലയെ പ്രസംഗിച്ചെന്നോ, ഇത്ര ഭവനങ്ങൾ സന്ദർശിച്ചെന്നോ ഒന്നും പറഞ്ഞ് പ്രശംസിക്കാനൊന്നുമില്ല. പക്ഷെ സന്തോഷിക്കാം, അത് ആവശ്യമാണ്, ചെയ്യേണ്ടതാണ്, ചെയ്താൽ അതിൽ സന്തോഷിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ അയ്യോ കഷ്ടം എന്ന് തന്നെ വേണം പറയാൻ. അത് പരിതാപകരമായ, സങ്കടകരമായ ഒരു അവസ്ഥയാണെന്നാണ് അവിടെ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സുവിശേഷം അറിയിക്കുന്നതിൽ എല്ലാവരും ശ്രദ്ധിച്ചേ മതിയാകുള്ളൂ. പിന്നെ നമ്മൾ ഓർത്തിട്ടുള്ള കാര്യമൊക്കെ ഓർക്കുമല്ലോ. ഇത് ഇവിടെ പറയുന്ന പൗലോസ് അപ്പോസ്തലന്റെ കാര്യമാണ് പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ മാത്രമല്ലെന്ന് ഓർക്കണം, സകല ദൈവമക്കളും, രക്ഷിക്കപ്പെട്ട സകലരും സുവിശേഷം അറിയിച്ചേ പറ്റുകയുള്ളൂ. നമ്മൾ ആവർത്തിച്ച് ഓർത്തിട്ടുള്ളതാണെങ്കിലും ഞാൻ ഒന്നുകൂടെ അങ്ങ് ഓർപ്പിക്കുകയാണ് 1-2 കാര്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം നമുക്കെല്ലാം പരിചയമുണ്ട്. അവിടെ പറയുന്നത് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിനെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദാസന്മാരെന്ന് നമ്മൾ സാധാരണ പറയുന്നത് സുവിശേഷകന്മാരെ, അല്ലെങ്കിൽ പാസ്റ്റേഴ്സിനെ, അല്ലെങ്കിൽ എൽഡേഴ്സിനെ ഒക്കെ ആണല്ലോ. പക്ഷെ അപ്പൊ അവര് മാത്രം വെളിപ്പാട് പുസ്തകം പഠിച്ചാൽ മതിയോ? എല്ലാവരും പഠിക്കണം, എല്ലാവർക്കും വേണ്ടിയല്ലേ? അങ്ങനെയാണെങ്കിൽ അവിടെ ദാസന്മാരെന്ന് പറഞ്ഞിരിക്കുന്ന ആരെയാണ്? എല്ലാ ദൈവമക്കളെയുമാണ്. എല്ലാ ദൈവമക്കളും ദൈവത്തിന്റെ ദാസന്മാരാണ്, സെർവൻസ് ആണ്, വേല ചെയ്യേണ്ടവരാണ്. ഒരാൾക്കും വിട്ടുവീഴ്ചയില്ല. നമുക്കാവുന്ന വേല ഓരോരുത്തരും, രക്ഷിക്കപ്പെട്ട ഒരാള് രക്ഷിക്കപ്പെടുന്ന ദിവസം മുതൽ ചെയ്തേ പറ്റത്തുള്ളൂ. ഇതൊക്കെ പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് രൂത്തിന്റെ കാര്യം ഓർമ്മ വരും. ഇതൊക്കെ നമ്മൾ ആവർത്തിച്ചിട്ടുള്ള. രൂത്ത് ബെത്ലഹേമിൽ വന്നു. ബെത്ലഹേമിൽ വന്നത് രക്ഷിക്കപ്പെടുന്നതിന്റെ ഒരു നിഴലാണ്. ബെത്ലഹേം എന്ന് വെച്ചാൽ നമുക്കറിയാം, അപ്പത്തിന്റെ വീടെന്നാണ് അർത്ഥം. അപ്പം യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിന്റെ വീടെന്നാണ് അർത്ഥം, അല്ലെ ദൈവത്തിന്റെ വീടെന്നാണ് അർത്ഥം. രക്ഷിക്കപ്പെടുമ്പോഴാണ് നമ്മൾ ദൈവ കുടുംബത്തിലെ അംഗമാകുന്നത്. അവള് വന്നു. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ അവൾ വന്ന അന്ന് തന്നെ അവൾ തന്നെ പെറുക്കാൻ പോയെന്നാണ് കാണുന്നത്. കാലത്ത് മുതൽ ഇതുവരെയും പെറുക്കിക്കൊണ്ടിരിക്കുന്നു. അല്പമേ വിശ്രമിച്ചുള്ളൂ. നമുക്ക് രക്ഷിക്കപ്പെട്ടവർ രക്ഷിക്കപ്പെടുന്ന നിമിഷം മുതൽ, ആ ദിവസം മുതൽ തന്നെ കർത്താവിന്റെ വേല ചെയ്യേണ്ടവരാണ്. കൊരിന്ത്യർ 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മൾ ചിന്തിച്ചു, നിങ്ങൾ വിളിക്കപ്പെട്ടവരാണ്. ആ വിളിക്കപ്പെട്ടവർ എന്നുള്ളതിന്റെ എക്സ്പാൻഷൻ പറഞ്ഞ് നമുക്ക് ഓർമ്മയുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്ന കോൾ ഔട്ട് ഫ്രം ദ വേൾഡ് ഫോർ ഗോഡ്. ദൈവത്തിന് വേണ്ടി ലോകത്തിൽ നിന്ന് വിളിച്ചു വേർതിരിക്കപ്പെട്ടവരാണ്. ദൈവത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ദൈവിക വേല ചെയ്യുവാൻ എന്നാണ് അർത്ഥം. യൂദയുടെ ലേഖനം നമ്മൾ 1-ാം വാക്യം, ഒരു അധ്യായമേ ഉള്ളല്ലോ, 1-ാം വാക്യത്തിൽ അവിടെ നമ്മൾ വായിക്കുന്ന അവിടെ വിളിക്കപ്പെട്ടവർ എന്നൊരു പദം തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ ഗ്രീക്ക് ഭാഷയിൽ കെയ്ലിൻ എന്ന വാക്കാണെന്ന് നമ്മൾ ഓർത്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം 3 അർത്ഥമുണ്ടെന്ന് ഓർത്തു. 1, വിളിച്ചവനോടുകൂടെ സന്തോഷിപ്പാൻ. 2, വിളിച്ചവൻ ഏൽപ്പിച്ച ദൗത്യം ചെയ്യുവാൻ. 3, വിളിച്ചവന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കാൻ. ഈ 3 അർത്ഥമുള്ള ഒരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഓർത്ത്. ഇവിടെ എല്ലാം പഠിപ്പിക്കുന്നത് ദൈവമക്കൾ, രക്ഷിക്കപ്പെട്ടവർ ആ രക്ഷിക്കപ്പെടുന്ന നാള് മുതൽ കർത്താവിന്റെ വേല ചെയ്യണമെന്നാണ്. നിർബന്ധം നമ്മുടെ മേൽ കിടക്കുകയാണ്. നമുക്ക് ഒരു കാര്യത്തിലും അതിൽ നിന്ന് ഒഴിവാകാൻ പറ്റത്തില്ല. ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് പ്രശംസിക്കാനൊന്നുമില്ല, എന്നാൽ സന്തോഷിക്കാൻ വകയുണ്ട് എന്നുള്ളതാണ് അവിടുന്ന് ഓർപ്പിക്കുന്നത്. അടുത്ത വാക്യം കൂടെ വായിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാകും, സന്തോഷിക്കാൻ ഇടയാകും.
17-ാം വാക്യത്തിലേക്ക് നമ്മൾ വരികയാണ്. 17-ാം വാക്യം നാം ഇങ്ങനെയാ വായിക്കുന്നത്: ഞാൻ അത് മനഃപൂർവ്വം നടത്തുന്നു എങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്, മനഃപൂർവ്വം അല്ലെങ്കിലും കാര്യം എങ്കിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. നോക്കുക, ഞാൻ അത് മനഃപൂർവ്വം നടത്തുന്നു എങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. ഏത്? സുവിശേഷ പ്രവർത്തനം, സുവിശേഷം അറിയിക്കുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത്. സുവിശേഷം അറിയിക്കുന്നത് മനഃപൂർവമായിരിക്കണം. മനഃപൂർവമാണെങ്കിൽ മാത്രമേ നമുക്ക് പ്രതിഫലം ലഭിക്കുകയുള്ളൂ. അവിടെ പറഞ്ഞിരിക്കുന്ന പ്രതിഫലം ഭൂമിയിലെ പ്രതിഫലമല്ല, സ്വർഗത്തിലെ പ്രതിഫലമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് പ്രതിഫലം? മനഃപൂർവ്വം ചെയ്താലേ പ്രതിഫലം കിട്ടും. എന്താ ഈ മനഃപൂർവ്വം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മനഃപൂർവ്വം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സോടെ, സന്തോഷത്തോടെ, ഉത്സാഹത്തോടെ, തീഷ്ണതയോടെ, ഇഷ്ടത്തോടെ എന്നൊക്കെയുള്ള അർത്ഥം. ഇതെല്ലാം കൂടി ഉൾപ്പെടുന്ന ഒരു പദമാണ് അവിടെ മനഃപൂർവ്വം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സുവിശേഷം അറിയിക്കുമ്പോൾ മനഃപൂർവ്വം വേണം. എന്ന് പറഞ്ഞാൽ മനസ്സോടെ, നല്ല സന്തോഷത്തോടെ, നല്ല ഉത്സാഹത്തോടെ, നല്ല തൃപ്തിയോടെ, നല്ല തീഷ്ണതയോടെ വേണം നമ്മളത് ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്താൽ നമുക്ക് പ്രതിഫലം സ്വർഗത്തിലുണ്ട് എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഓർക്കണം, അങ്ങനെ ചെയ്തെങ്കിലേ നമുക്ക് പ്രതിഫലമുള്ളൂ. സുവിശേഷ വേല ചെയ്യുന്നു എന്ന് വിചാരിക്കുക സന്തോഷത്തോടെ അല്ല, അല്ലാതെ ചെയ്യുന്നവരുണ്ട്. സന്തോഷത്തോടെ അല്ല, ഉത്സാഹത്തോടെ അല്ല, തീഷ്ണതയോടെ അല്ല, ഇഷ്ടത്തോടെ അല്ല. പിന്നെ എല്ലാരും പോകുന്നു, ഞാനിവിടെ പോയേക്കാം, പിന്നെ അല്ലെങ്കിൽ ഞാൻ ചെന്നില്ലെന്ന് പറയുമല്ലോ എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ മാറി നിൽക്കുന്നത് അവരെന്ത് വിചാരിക്കും, പിന്നെ വിളിച്ചു ചോദിക്കും എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെയൊക്കെ പോയാൽ അങ്ങനെ ആയാലും പോണം, അത് നല്ലത് തന്നെ. പക്ഷെ പ്രതിഫലം കിട്ടത്തില്ല. സ്വർഗീയ പ്രതിഫലം കിട്ടണമെങ്കിൽ പോണം. എന്താണ് പ്രതിഫലം എന്നൂടെ ഞാൻ വേഗം ഒന്ന് ഓർപ്പിച്ചു പോകാം എന്ന് വിചാരിക്കുക. നമ്മൾ പഠിച്ചതൊക്കെ തന്നെയാണ്. 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ, അതങ്ങ് വിട്ടേക്കുക, നമുക്ക് അടുത്ത ഭാഗമാണ് വേണ്ടത്. ഓരോരുത്തന് താൻ താന്റെ അധ്വാനത്തിന് ഒത്തവണ്ണം കൂലി കിട്ടും. ഓരോരുത്തന് താൻ താന്റെ അധ്വാനത്തിനൊത്തവണ്ണം കൂലി കിട്ടും. ഇതാണ് പ്രതിഫലം എന്ന് പറയുന്നത്. ഓരോരുത്തരും താൻ താന്റെ അധ്വാനത്തിന് ഒത്തവണ്ണം കൂലി കിട്ടും. നമ്മൾ എന്ത് അധ്വാനിച്ചോ അതിനനുസരിച്ചാണ് നമുക്ക് കൂലി കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് എങ്ങനെ അധ്വാനിച്ചു എന്നുള്ളതിന് പ്രാധാന്യമുണ്ട്. അതാണ് നമ്മൾ സന്തോഷത്തോടെ എന്ന് പറഞ്ഞത്. ഇനി അത് മാത്രമല്ല, അപ്പൊ എന്താണ് അധ്വാനത്തിന് നമുക്ക് കൂലി കിട്ടാൻ പോകുന്നത്? അത് നമ്മൾ വായിക്കുന്ന 5-ാം വാക്യത്തിലാണ്. 5-ാം വാക്യത്തിൽ, അതായത് 1 കൊരിന്ത്യർ 3-ാം അധ്യായം 5-ാം വാക്യം, അവിടെ നമ്മൾ വായിക്കുന്നത് അപ്പല്ലോസാർ, പൗലോസാർ തങ്ങൾക്ക് കർത്താവ് നൽകിയതുപോലെ നിങ്ങൾ വിശ്വസിപ്പാൻ കാരണമായി തീർന്ന ശുശ്രൂഷക്കാരത്രേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, നമ്മള് മനസ്സോടെ, മനഃപൂർവ്വമായിട്ട് കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ നമ്മുടെ അധ്വാനത്തിന് കൂലി കിട്ടും. എന്താ കൂലി എന്നറിയാമോ? ആദ്യത്തേത് ഘട്ടം എന്ന് പറയുന്നത്, ചില ആത്മാക്കളെ നമ്മുടെ പ്രവർത്തനത്താൽ രക്ഷിക്കപ്പെടാൻ ദൈവം അനുവദിക്കും. നമ്മൾ അധ്വാനിക്കുന്ന കാണുമ്പോൾ ചില ആത്മാക്കളെ നമ്മിലൂടെ രക്ഷിക്കപ്പെടാൻ ദൈവം അനുവാദം തരും, ചിലരെ നമ്മിലൂടെ രക്ഷിക്കപ്പെടാൻ ദൈവം അനുവദിക്കുമെന്നാണ്. അങ്ങനെ ആത്മാക്കളെ നേടുന്നവർക്ക് ഏത് പ്രതിഫലമാണ് കിട്ടുന്നത്? നമ്മളത് 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം 19-ാം വാക്യത്തിൽ നിന്ന് വായിച്ചിട്ടുണ്ട്. അത് പ്രശംസാകിരീടമാണ്. അപ്പൊ ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആശയം. അതായത് മനഃപൂർവമായി നമ്മൾ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ തീർച്ചയായും നമുക്ക് പ്രതിഫലം കിട്ടും. ആ പ്രതിഫലം ചില ആത്മാക്കളെ നമുക്ക് തരുന്നു എന്നുള്ളതും കർത്താവിന്റെ സന്നിധി ചെല്ലുമ്പോൾ നമുക്ക് പ്രശംസാകിരീടം കിട്ടുന്നു എന്നുള്ളതുമാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിന്റെ 2-ാം ഭാഗം കൊണ്ട് നമ്മൾ ഓർക്കുകയുണ്ടായി. 2-ാം ഭാഗത്ത് മനഃപൂർവ്വം അല്ലെങ്കിലും കാര്യം എങ്കിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും അല്ലെങ്കിലും നമ്മൾ സുവിശേഷം അറിയിച്ചേ പറ്റുകയുള്ളൂ. പ്രതിഫലം കിട്ടുകയില്ല, അത് വേറൊരു കാര്യം. പക്ഷെ നമ്മൾ പ്രതിഫലം കിട്ടത്തക്കവണ്ണം മനസ്സോടെ നമുക്ക് കർത്താവിന്റെ വേല ചെയ്യാം, ഉത്സാഹത്തോടെ, തീഷ്ണതയോടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇനി നമുക്ക് 18-ാം വാക്യത്തിലേക്ക് വരാം. 18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, എന്നാൽ എന്റെ പ്രതിഫലം എന്ത്? സുവിശേഷം അറിയിക്കുമ്പോൾ
സുവിശേഷ ഘോഷണത്തിലുള്ള അധികാരം മുഴുവനും ഉപയോഗിക്കാതെ ഞാൻ സുവിശേഷ ഘോഷണം ചെലവ് കൂടാതെ നടത്തുന്നത് തന്നെ. ദീർഘമായ വാക്യമാണ്, മനസ്സിലാക്കാൻ ചിലപ്പോൾ ഇച്ചിരി പ്രയാസം തോന്നും. ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത് ഭൂമിയിലെ പ്രതിഫലം ഉദ്ദേശിച്ചാണ് പറയുന്നത്. ഭൗതികമായ നന്മയെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. എന്റെ പ്രതിഫലം എന്താണ് എന്ന് താൻ പറയാണ്. അവിടെ ആ പ്രതിഫലം എന്നുള്ള വാക്കിന് പകരം സംതൃപ്തി എന്ന വാക്ക് ഉപയോഗിക്കാവുന്നതാണ്. സംതൃപ്തി. അപ്പോൾ ആ വാക്യം ഇങ്ങനെ വായിക്കാം, 18-ാം വാക്യം. എന്നാൽ എന്റെ സംതൃപ്തി എന്ത്? അപ്പൊ നമുക്ക് അതെന്തുകൊണ്ടാണ് ഞാൻ സംതൃപ്തി എന്ന് പറഞ്ഞതെന്ന് പറയുന്നത്, നമുക്ക് സംതൃപ്തി വരുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് പ്രതിഫലം കിട്ടുമ്പോഴാണ് നമുക്ക് സംതൃപ്തി വരുന്നത്. ഞാൻ ഭൗതികമായ കാര്യമാണ് പറയുന്നത്. നമ്മൾ ലോകത്തിൽ ഒരിടത്ത് ഒരു വേല ചെയ്തു, അതിന് കൂലി കിട്ടുമ്പോൾ, നമ്മൾ ഒരു കമ്പനി ജോലി ചെയ്തു, അവിടുന്ന് ശമ്പളം കിട്ടുമ്പോഴാണ് നമുക്ക് സംതൃപ്തി വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സംതൃപ്തി എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചത്. അപ്പൊ എന്റെ സംതൃപ്തി എന്താണ്? എന്റെ പ്രതിഫലം എന്താണ്? അഥവാ എന്റെ സംതൃപ്തി എന്താണ്? എന്റെ സംതൃപ്തി, ഞാൻ സുവിശേഷം അറിയിക്കുന്നു, അവരിൽ നിന്ന് യാതൊരു പ്രതിഫലവും വാങ്ങാതിരിക്കുന്നു, അവർക്ക് ഒരു ബുദ്ധിമുട്ടും വരുത്താതിരിക്കുന്നു, ഒരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും വരുത്താതിരിക്കുന്നു, ഒരു ചായയുടെ ബുദ്ധിമുട്ട് പോലും വരുത്താതിരിക്കുന്നു എന്നാണ് അവിടെ പറയുന്ന ആശയം. അതാണ് എന്റെ സംതൃപ്തി എന്നാണ് താൻ പറഞ്ഞിരിക്കുന്നത്. അത് ബാക്കിയുള്ള ഭാഗം വായിക്കുമ്പോൾ അറിയാം. സുവിശേഷം അറിയിക്കുമ്പോൾ സുവിശേഷ ഘോഷണത്തിലുള്ള അധികാരം വെച്ചാൽ സുവിശേഷത്താൽ ജീവിക്കാം, സുവിശേഷം അറിയിക്കുന്നിടത്തു നിന്ന് ഉപജീവനത്തിലുള്ളത് വാങ്ങിക്കാം. ആ അധികാരം മുഴുവൻ ഉപയോഗിക്കാതെ ഞാൻ സുവിശേഷ ഘോഷണം അവർക്കൊരു ചെലവും കൂടാതെ, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടൊന്നും കൂടാതെ നടത്തുന്നു. അതാണ് എന്റെ പ്രതിഫലം, അല്ലെങ്കിൽ അതാണ് എന്റെ സംതൃപ്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളെ ഒന്ന് പൊതുവായി ചിന്തിക്കാനായിട്ട് പോവാണ്. ചില വാക്ക് പൊതുവായി പറഞ്ഞിട്ട് ഓരോ വാക്യങ്ങൾ നോക്കാം. 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ വിശദമായി പഠിക്കുന്നതിന് മുൻപ്, അതിന്റെ വിശദീകരണം നോക്കുന്നതിന് മുൻപ് 21-ാമത്തെ വാക്യം പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം ഒന്ന് പൊതുവായി ചില കാര്യങ്ങൾ പറഞ്ഞ ശേഷം 21-ാം വാക്യത്തിന്റെ വിശദീകരണങ്ങളും കൂടെ പറഞ്ഞ ശേഷം മാത്രമേ 19 മുതലുള്ള ഓരോ വാക്യങ്ങൾ പറയുകയുള്ളൂ. അപ്പോൾ 19 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ഞാൻ ആദ്യം ഒന്ന് ഓടിച്ചു പറയാം. ഒന്ന്, അധികം പേരെ സുവിശേഷ നിമിത്തം നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും അടിമയാക്കുന്നു, ദാസനാക്കുന്നു, അല്ലെ അടിമയാക്കുന്നു. അടുത്ത് വായിക്കുന്നത്, യഹൂദനെ നേടേണ്ടതിന് ഞാൻ യഹൂദനെ പോലെ ആകുന്നു, ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവനെ പോലെ ആകുന്നു, ഞാന് ന്യായപ്രമാണം ഇല്ലാത്തവനെ നേടേണ്ടതിന്, അതിന്റെ വിശദീകരണമൊക്കെ പിന്നീട് പറയാം കേട്ടോ. ന്യായപ്രമാണം ഇല്ലാത്തവനെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണം ഇല്ലാത്തവനെ പോലെ ആകുന്നു, ബലഹീനനെ നേടേണ്ടതിന് ഞാൻ ബലഹീനനാകുന്നു. ഇത് വായിക്കുമ്പോൾ, ഇതൊക്കെ വായിച്ചു പോകുമ്പോൾ നമുക്ക് തോന്നുന്ന, നമ്മുടെ മനസ്സിൽ പെട്ടെന്നൊക്കെ വരുന്ന ചില ചിന്തകളുണ്ട്. ഈ പൗലോസിന് യാതൊരു ഉറപ്പും ഇല്ലയോ എന്ന് ചോദിക്കും. ഒരിടത്ത് യഹൂദനെ നേടാൻ യഹൂദനാകുന്നു, ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ നേടാൻ അങ്ങനെ ആകുന്നു, പിന്നെ ന്യായപ്രമാണം ഇല്ലാത്തവരെ നേടാൻ ന്യായപ്രമാണം ഇല്ലാത്തവരാകുന്നു. ഇദ്ദേഹത്തിന് ഒരു തത്വമില്ലേ, ഒരു പ്രിൻസിപ്പിൾ ഒന്നുമില്ലേ എന്ന് തോന്നിപ്പോകാം. ബലഹീനനെ നേടേണ്ടതിന് ബലഹീനാകുന്നു എന്ന് തോന്നും. ഇനി ഇദ്ദേഹം കള്ളുകുടിയനെ നേടേണ്ടതിന് കള്ളുകുടിയനാകുമോ എന്നും വേണമെങ്കിൽ ചിലർ ചിന്തിച്ചു പോകാം. അങ്ങനെയൊക്കെ ചിന്തിക്കാൻ സാധ്യത പൊടുന്നനവെ വായിക്കുമ്പോൾ അങ്ങനെയൊക്കെയാ തോന്നുന്നത്. എന്നാൽ അതുകൊണ്ടാണ് ഞാൻ ചിന്തിച്ചത്, ആദ്യം 21-ാം വാക്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഈ ഓരോ കാര്യങ്ങളിലേക്ക് പോകാം. എന്താ 21-ാം വാക്യത്തിൽ പറയുന്നത്? അതിന്റെ ആദ്യ ഭാഗം മാത്രം. ദൈവത്തിന് ന്യായപ്രമാണം ഇല്ലാത്തവൻ ആകാതെ ക്രിസ്തുവിന് ന്യായപ്രമാണം ഉള്ളവനായിരിക്കെ. ഈ കാര്യങ്ങൾ പറഞ്ഞല്ലോ, പല കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതെല്ലാം പറയുമ്പോൾ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ദൈവത്തിന് ന്യായപ്രമാണം ഇല്ലാത്തവനായിട്ടല്ല, അല്ലെങ്കിൽ അതിന്റെ ശരിയായ അർത്ഥം, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ല. ഞാൻ യഹൂദനെ നേടേണ്ടതിന് യഹൂദനാകുന്നു എന്ന് പറയുമ്പോൾ വചനത്തിൽ നിന്ന് വിട്ടുവീഴ്ച ഒന്നും ഞാൻ ചെയ്യാൻ തയ്യാറല്ല. അതാണ് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് 21-ാം വാക്യം, ദൈവത്തിന് ന്യായപ്രമാണം ഇല്ലാത്തവനാകാതെ,
ദൈവത്തോടുള്ള ബന്ധത്തിൽ ന്യായപ്രമാണം എന്നുള്ളതിനവിടെ വചനം എന്ന് എടുക്കാം. വചനം മാറ്റിവെക്കുന്നവനല്ല. എന്ത് വചനത്തിൽ പറഞ്ഞിട്ടുള്ളോ അതിന് യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. അത് ഒന്ന്. രണ്ട്, ക്രിസ്തുവിന് ന്യായപ്രമാണം ഉള്ളവനായി. രണ്ടും ഒരേ അർത്ഥം തന്നെ. എന്ന് ക്രിസ്തു എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആ കാര്യത്തിലും വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ല. ക്രിസ്തുവിന് ഞാൻ സമ്പൂർണമായി എന്നെ സമർപ്പിച്ചുകൊണ്ട് വചനത്തിന് യാതൊരു വിട്ടുവീഴ്ച ചെയ്യാതെയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്ന് ഓർക്കും. അപ്പോൾ ഇതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മള് യഹൂദനെ നേടാൻ യഹൂദനായുടെ ഇടയിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ജാതികളെ നേടാൻ ജാതികളുടെ ഇടയിലേക്ക് പോകുമ്പോൾ, മറ്റൊരു രാജ്യക്കാരനെ നേടാൻ അവരുടെ ഇടയിലേക്ക് പോകുമ്പോൾ, മറ്റൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നേടാൻ പോകുമ്പോൾ അവരുടെ ഇടയിലേക്ക് പോകുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. ഒന്ന്, ദൈവവചനത്തിന് യാതൊരു വിട്ടുവീഴ്ച, ദൈവവചനത്തിന് വ്യത്യസ്തമായ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. അതുപോലെ യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ള കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾക്കും വ്യത്യസ്തമായിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല. അല്ലാതെ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അത് ചെയ്യാം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ വാക്യമായിട്ട് ചിന്തിക്കാം. അപ്പൊ ഇത് മറക്കല്ലേ, തന്നെ ഈ പറഞ്ഞിരിക്കുന്നതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ വചനത്തോട് വിട്ടുവീഴ്ചയില്ല, കർത്താവ് പറഞ്ഞതിനോട് വിട്ടുവീഴ്ചയില്ല. അതിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിന് സമ്പൂർണമായി തന്നെ സമർപ്പിച്ചുകൊണ്ടാണ് താൻ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ കാര്യങ്ങൾ വളരെ ഈസി ആകും. ഇനി നമ്മൾ 19-ാം വാക്യം വായിക്കുകയാണ്. ഇങ്ങനെ ഞാൻ കേവലം സ്വതന്ത്രൻ എങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസൻ ആക്കി എന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഞാന് സ്വതന്ത്രനാണ്, ഞാൻ സ്വതന്ത്രനാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടല്ലോ, അദ്ദേഹം സുവിശേഷം അറിയിക്കുന്നു, ആരിൽ നിന്നും ഉപജീവന മാർഗം സ്വീകരിക്കുന്നില്ല, മെയിൻ്റനൻസ് സ്വീകരിക്കുന്നില്ല, അവരെ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. നമ്മൾ നേരത്തെ ഓർപ്പിച്ച പോലെ ഒരു കട്ടൻ കാപ്പിക്ക് പോലും അവരെ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പോൾ പിന്നെ താൻ സ്വതന്ത്രനാണ്, അവർക്ക് ആർക്കും വിധേയപ്പെടേണ്ടതില്ല. ഈ ഭാഗമൊക്കെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്. വാസ്തവത്തിൽ അതിന്റെ മറുവശം കൂടെ പറഞ്ഞു പോകണമല്ലോ. ആരെങ്കിലും ഒരു ദൈവദാസന് ഏതെങ്കിലും തരത്തിൽ സഹായിക്കുന്നെങ്കിൽ അത് ആ കൊടുത്ത സഹായം കൊടുത്താലിന് വിധേയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ സ്വാഭാവികമായി അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. നമ്മളൊരു ദൈവദാസന് എന്തെങ്കിലും കൊടുക്കുന്നെങ്കിൽ ദൈവാത്മ പ്രേരണയിൽ വേണം കൊടുക്കാൻ. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചിരിക്കണം അത് കൊടുക്കാനായിട്ട്. അത് എത്ര കൊടുക്കണം, എപ്പോ കൊടുക്കണം തുടങ്ങിയതെല്ലാം ദൈവം സംസാരിക്കും. അങ്ങനെ സംസാരിക്കാതെ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ കൊടുക്കുമ്പോൾ അത് കർത്താവിനാണ് കൊടുക്കുന്നത് എന്ന നിലയിൽ വേണം കൊടുക്കാൻ. കാര്യം കർത്താവ് നമ്മുടെ കയ്യിൽ തന്നതാണ്, കർത്താവ് തന്നത് കർത്താവിന്റെ കയ്യിൽ തിരികെ കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. ആ നിലയിലേ ചിന്തിക്കാവൂ. അതുകൊണ്ട് ആ സഹായം ലഭിച്ച ദൈവദാസൻ നമുക്ക് ഏതെങ്കിലും നില വിധേയപ്പെടണമെന്ന് ഒരിക്കലും ചിന്തിക്കണം. അത് വാങ്ങുന്ന ദൈവദാസൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം ദൈവാത്മപ്രേരിതമായി വാങ്ങണം. അത് കർത്താവ് നമ്മുടെ തരുന്ന പോലെ ചിന്തിക്കണം. കർത്താവാണ് അത് എൻ്റെ കയ്യിലേക്ക് തരുന്നത് എന്ന നിലയിൽ വേണം ചിന്തിക്കാൻ. ഇതിന്റെ അർത്ഥം നമ്മളെ സഹായിച്ചവരോട് സ്നേഹമോ ബഹുമാനമോ നന്ദിയോ വേണ്ട എന്നല്ല. പക്ഷെ അതിന്റെ പേരിൽ ഒരു വിധേയപ്പെടൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ താൻ പറയാണ്, ഞാനങ്ങനെ വാങ്ങിച്ചിട്ടൊന്നുമില്ല, ആരുടേതും വാങ്ങിച്ചില്ലല്ലോ, ആരെയും ബുദ്ധിമുട്ടിച്ചില്ലല്ലോ, അപ്പൊ പിന്നെ ഞാൻ സ്വതന്ത്രനാണ്, എനിക്ക് അങ്ങനെ വിധേയപ്പെടേണ്ട ഒരു ആവശ്യം ഒരു തരത്തിലും ഇല്ല. ഒന്ന്. രണ്ട്, മറ്റൊരു സ്വാതന്ത്ര്യം എന്താണ്? തന്റെ ആവശ്യങ്ങളുടെ മേൽ തനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. തനിക്ക് ഇപ്പൊ അവരിൽ നിന്ന് വാങ്ങാനും വാങ്ങാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്, പ്രതീക്ഷിക്കാനും പ്രതീക്ഷിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ഞാൻ സ്വതന്ത്രനാണ് എന്ന് പറഞ്ഞിരിക്കണം. ഒരു തരത്തിലുള്ള വിധേയപ്പെടലും ആർക്കും ഞാൻ വിധേയപ്പെടേണ്ട, അടിമപ്പെടേണ്ട, കീഴ്പ്പെടേണ്ട ഒരാവശ്യം വാസ്തവത്തിൽ ഇല്ല. ഞാൻ കർത്താവിന്റെ അടിമയാണ്, അതാണ് താൻ ഓർപ്പിക്കുന്നത്. എന്നാൽ എന്താ താൻ 19-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി. നോക്കുക, ഒരു ദൈവദാസൻ, അദ്ദേഹം സ്വതന്ത്രനാണ്, അദ്ദേഹം ദൈവത്തിന്റെ അടിമയാണ്, ഒരു മനുഷ്യന്റെയും അടിമയാകേണ്ട ആവശ്യം ഇല്ല. പക്ഷേ ആത്മാക്കളെ നേടുക എന്ന ലക്ഷ്യത്തിൽ, സുവിശേഷം അറിയിക്കുക എന്ന ലക്ഷ്യത്തിൽ എന്താ ചെയ്യുന്നത്? തന്നെത്താൻ മറ്റുള്ളവർക്ക് അടിമയാക്കുക. ദാസൻ എന്നുള്ളത് അടിമ എന്നുള്ള വാക്ക് തന്നെ, അടിമയാക്കുക. സ്വയം തന്നെത്താൻ അടിമയാക്കാൻ തയ്യാറായി കഴിഞ്ഞു. കാര്യം എന്താ? സുവിശേഷം വ്യാപിക്കണം, ആത്മാക്കൾ രക്ഷിക്കപ്പെടണം. അപ്പോ എന്ത് സുവിശേഷവൽക്കരണത്തിന്റെ ഗൗരവം എത്ര വലുതാണ്, എത്ര സീരിയസ് ആയി നാം അത് മനസ്സിലാക്കണമെന്ന് ആ ഭാഗത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ അടിമ എന്ന് പറഞ്ഞാൽ എന്താണ്? അടിമ എന്ന് പറഞ്ഞാൽ
അതിന്റെ അർത്ഥം യജമാനന്റെ സന്തോഷവും സംതൃപ്തിയും മാത്രം ആക്കുക എന്നുള്ളതാണ് അടിമയുടെ ജോലി. തന്റെ വിഷമമോ ബുദ്ധിമുട്ടോ ഒന്നും അതിന്റെ മുമ്പിൽ പ്രശ്നമല്ല. ആ ഉടമയുടെ സന്തോഷം, അദ്ദേഹത്തിന് സംതൃപ്തി മാത്രമാണ്. അപ്പൊ ഇവിടെ സകലർക്കും ഞാൻ എന്നെ തന്നെ അടിമയാക്കി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാകണം, അവർക്ക് സംതൃപ്തി ഉണ്ടാകണം. ഞാൻ പട്ടിണി കിടന്നാലും, ഒരുപക്ഷെ പട്ടിണി കിടക്കേണ്ടി വന്നാൽ, ഞാൻ പകൽ മുഴുവൻ കൂടാരപ്പണി ചെയ്തിട്ട് വൈകിട്ട് വന്ന് ശുശ്രൂഷിക്കേണ്ടി വന്നാൽ, അല്ലെങ്കിൽ ഞാൻ രാത്രി മുഴുവൻ കൂടാരപ്പണി ചെയ്തിട്ട് രാവിലെ വന്ന് ദൈവവചനം പ്രസംഗിക്കേണ്ടി വന്നാൽ, അത് എനിക്കൊരു പ്രശ്നമല്ല. മറ്റുള്ളവരുടെ സന്തോഷം നോക്കുക. ഒരു ദൈവദാസന്റെ ഹൃദയാഭിലാഷം, ഹൃദയ ചിന്തകൾ എത്രമാത്രമാണെന്ന് ഇത് വിശദീകരിക്കാൻ ഒരു വേദഭാഗമുണ്ട്. അത് ഞാൻ പറയുന്നേ ഉള്ളൂ, ഞാൻ വിശദീകരിക്കുന്നില്ല. പിന്നീട് വായിച്ചു നോക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കാമെങ്കിൽ അവിടെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു എക്സ്പ്ലനേഷൻ കിട്ടും. അവിടെ ഒരു അടിമ വേല ചെയ്ത് കയറി വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുമ്പോൾ യജമാനന് ഉടനെ അവനോട് പറയുന്നില്ല, നീ കഷ്ടപ്പെട്ട് വരികയല്ല, നീ വന്ന് ഭക്ഷണം കഴിക്കാനൊന്നും അവനോട് പറയുന്നില്ല. അവൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വേർത്തൊഴുകി പണി ചെയ്ത് വരുന്ന അവനോട് പറയുന്നത്, നീ എനിക്ക് ആഹാരം ഉണ്ടാക്കി ഞാൻ തിന്നു കുടിക്കുന്നവരെ എന്നെ ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്ക്, അത് കഴിഞ്ഞിട്ടാണ് നിന്റെ കാര്യം എന്നാണ്. അവൻ വളരെ സന്തോഷത്തോടെ, വിശക്കുന്ന വയറോടുകൂടിയാണ്, ദാഹിക്കുന്ന സ്ഥിതിയിൽ തന്നെയാണ്, ക്ഷീണമൊക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം പറഞ്ഞ് യജമാനന്റെ സന്തോഷമാണ്, സംതൃപ്തിയാണ് പ്രധാനം എന്ന് കണ്ടുകൊണ്ട് അദ്ദേഹം ഉടനെ തന്നെ ഫുഡ് ഉണ്ടാക്കുന്നു, ഇദ്ദേഹത്തിന് ഫുഡ് കൊടുക്കുന്നു, ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇതാണ് ആ ഭാഗത്ത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത്. അപ്പോൾ ഞാൻ തന്നെത്താൻ അടിമയാക്കുക, മറ്റുള്ളവരുടെ സന്തോഷം, അവർ അനുഗ്രഹിക്കപ്പെടണം, അവർ രക്ഷിക്കപ്പെടണം, അവർ നരകത്തിൽ പോകരുത്, ആ ലക്ഷ്യത്തിനു വേണ്ടി അവരുടെ അടിമയാകാൻ പോലും തയ്യാറാകുക എന്നുള്ളതാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് വേഗം മുന്നോട്ട് പോയേ മതിയാകരുത്. ഇനി അടുത്ത വാക്യം 20-ാം വാക്യത്തിൽ പറയാണ്, യഹൂദന്മാരെ നേടേണ്ടതിന് ഞാൻ യഹൂദന്മാർക്ക് യഹൂദനെ പോലെ ആയി. അടുത്തത് പിന്നെ ചിന്തിക്കാം. യഹൂദന്മാരെ നേടേണ്ടതിന് യഹൂദന്മാർക്ക് യഹൂദനെ പോലെ, അതായത് യഹൂദന്മാരുടെ ഇടയിലേക്ക് ചെല്ലുകയാണ്. അവിടെ തനിക്കൊരു ആക്സസ് ലഭിക്കണം, തനിക്കൊരു അംഗീകാരം ലഭിക്കണം. അവിടെ തനിക്ക് അംഗീകാരം എന്ന് പറയുന്നത് പ്രശംസയൊന്നുമല്ല, അല്ലെങ്കിൽ ഒരു പദവിയല്ല, പകരം സുവിശേഷം പറയാനുള്ള അവസരം ലഭിക്കും. അപ്പൊ അവരുടെ ഇടയിൽ ചെല്ലുമ്പോൾ അവരോട് പറയാണ്, ഞാനും ഒരു യഹൂദനാണ്. അത് പറയാം, അതിന് കുഴപ്പം, സത്യമാണല്ലോ. ഞാൻ എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായനാണെന്ന് പറയാം, ഞാൻ ബെന്യാമിൻ ഗോത്രക്കാരനാണെന്ന് പറയാം. അപ്പൊ അവർക്ക് വലിയ സന്തോഷമാകും. ഇതാണ് അവിടുത്തെ ആശയം, അത്രയേ ഉള്ളൂ. അല്ലാതെ കണ്ട് അതിനപ്പുറത്തേക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല. യഹൂദനാണ്, ഞാനും ഒരു യഹൂദനാണ്. പക്ഷെ യഹൂദനായി എനിക്ക് യേശുക്രിസ്തുവിൽ വിശ്വസിക്കാനും ദൈവവൈതലായി ജീവിക്കാനും കഴിയും. എന്റെ പേര് ഇന്നതാണ്, പൗലോസ് എന്നാണ്. എന്റെ പഴയ പേര് ശൗലെന്നായിരുന്നു. ആ പേരായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഞാൻ എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായനും, ഞാൻ ബെന്യാമിൻ ഗോത്രക്കാരനുമാണ്. ഇതൊക്കെ പറയാം, അത്രേ ഉള്ളൂ. ഇതുപോലെ പറയാവുന്ന കാര്യങ്ങൾ പറയണം. അപ്പോൾ അവരുടെ ഇടയിൽ ഒരു അംഗീകാരം, തന്റെ വാക്കുകൾ കേൾക്കാൻ ഒരു അംഗീകാരം കിട്ടും. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, യഹൂദന്മാരെ നേടേണ്ടതിന് ഞാൻ യഹൂദന്മാർക്ക് യഹൂദനെ പോലെ ഞാനൊരു യഹൂദന എന്ന് പറയാം. അത് സത്യമാണ്. എന്നാൽ ദൈവജനത്തിന് വല്ല വ്യത്യാസമുണ്ടോ? ദൈവജനത്തിനോട് വിട്ടുവീഴ്ച വല്ലതും കാണിച്ചോ? കർത്താവിന്റെ കൽപ്പനയോട് വല്ല വിട്ടുവീഴ്ച കാണിച്ചോ? ഇല്ല. അതാണ് അതിന്റെ അർത്ഥം. അതിന്റെ 2-ാം ഭാഗം, 20-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം അവിടെ പറഞ്ഞിരിക്കുന്നത്, ന്യായപ്രമാണത്തിൻ കീഴുള്ളവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണത്തിൻ കീഴുള്ളവൻ അല്ല എങ്കിലും ന്യായപ്രമാണത്തിൻ കീഴുള്ളവർക്ക് ന്യായപ്രമാണത്തിൻ കീഴുള്ളവനെ പോലെ ആയി. ലളിതമായിട്ടൊന്ന് ചിന്തിച്ചാൽ മതി, അത് പ്രയാസമൊന്നുമുള്ള കാര്യമല്ല. ഓരോ വാക്കും നോക്കിക്കൊള്ളുക. ന്യായപ്രമാണത്തിൻ കീഴുള്ളവരെ നേടേണ്ടതിന്, അതും യഹൂദന്മാര് തന്നെയാണ്. എന്നാൽ അല്പം കൂടെ വ്യത്യാസം എന്താന്ന് ചോദിച്ചാൽ, മതപരമായ കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നവരെന്നാണ് അതിന്റെ അർത്ഥം. ന്യായപ്രമാണത്തിന് കീഴുള്ളവർ, പഴയ നിയമത്തിലെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്നവർ, അവരെ നേടേണ്ടതിന്, അങ്ങനെയുള്ളവരെ നേടണം, കീഴുള്ളവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവനല്ല. കാരണം ഞാൻ രക്ഷിക്കപ്പെട്ടു, ഇപ്പോൾ ക്രിസ്തു മാർഗത്തിലാണ്, ക്രിസ്തു വിശ്വാസത്തിലാണ്. എനിക്കിനി ന്യായപ്രമാണം പാലിക്കേണ്ട ആവശ്യമില്ല, ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും പാലിക്കേണ്ട ആവശ്യം ഇല്ല. അതാണ്, ഞാൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവൻ അല്ല എങ്കിലും ന്യായപ്രമാണത്തിന് കീഴുള്ളവർക്ക്, നേരത്തെ പറഞ്ഞല്ലോ, മതപരമായ
ചടങ്ങുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവർ എന്നാണ് അർത്ഥം. അപ്പോൾ അവരെ നേടേണ്ടതിന് അവരെ പോലെയായി, അവരിൽ ഒരാളെ പോലെയായി എന്ന് പറഞ്ഞാൽ, യഹൂദന്മാര് 10 കുടുംബം ഒരിടത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ അവിടെ അവർക്ക് ഒരു സിനഗോഗ് പണിയാൻ പറ്റും. അപ്പൊ സിനഗോഗിലേക്ക് അവർ പോകുന്നത് എപ്പോഴും നടന്നേ പോകത്തുള്ളൂ. അവര് അന്നത്തെ കാലത്തെ കഴുതയോ കുതിരയോ ഒന്നും അവർ ഉപയോഗിക്കും, നടന്നാണ് പോകും. താനും എന്ത് ചെയ്യുകയാണ്, താൻ സിനഗോഗുകളിൽ പോയി പ്രസംഗിക്കാറുണ്ട്, സിനഗോഗുകളിൽ പോയി ദൈവവചനം പറയുന്നുണ്ട്. അവിടെ പോകുമ്പോൾ തനിക്ക് യാത്ര സൗകര്യമായിട്ടൊരു കഴുതയുണ്ടോ കുതിരയുണ്ടോ അറിയത്തില്ല, നമുക്ക് ഉണ്ടെങ്കിൽ പോലും അതൊന്നും താൻ ഉപയോഗിക്കുന്നില്ല. അവരെ പോലെ നടന്ന് തന്നെ പോകും. ന്യായപ്രമാണത്തിന്റെ അവരുടെ ഒരു തീരുമാനം, അത് അവരുടെ ഒരു ചടങ്ങുടെ കൊടുത്തപ്പെട്ടു. മാത്രമല്ല, അവർ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ അവർക്ക് സെറിമോണിയൽ വാഷിങ്സ് ഉണ്ട്. അവര് ദേഹശുദ്ധി വരുത്തുന്ന ഒരു രീതിയുണ്ട് യഹൂദന്മാർക്ക്. താനും അത് ചെയ്യുന്നു. ആ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്, സിനഗോഗിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് താൻ ദേഹശുദ്ധി വരുത്തുന്നു. അത് വചനത്തിന് വിരുദ്ധമാണോ? വചനത്തിൽ എവിടെങ്കിലും ദേഹശുദ്ധി വരുത്തണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. കർത്താവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമാണോ? അല്ല. ഇനിയും അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു എന്ന് വിചാരിക്കുക. അവരുടെ ഭക്ഷണമൊക്കെ കഴിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ അവരൊരു കാര്യം ഒഴിവാക്കും. ഏതാ? പോർക്ക് അവർ കഴിക്കത്തില്ല, പന്നിയെ. ഇദ്ദേഹം പന്നി കഴിക്കുന്നില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ ഇദ്ദേഹം പന്നിയെ കഴിക്കുന്നില്ല. താന് പന്നി കഴിക്കുന്ന ഒരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും താൻ കഴിക്കുന്നില്ല. ഒരു റെസ്റ്റോറന്റിൽ ചെന്നു, അവിടെ യഹൂദനും യവനും ഒക്കെ വരുന്നതായിരിക്കാം. അപ്പോ അവിടെ യഹൂദൻ ഈ ന്യായപ്രമാണം അനുസരിച്ചിരിക്കുന്നവരുമായിട്ടുള്ള ബന്ധത്തിലുള്ള സുവിശേഷം പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സമയത്ത് അദ്ദേഹം പോർക്കം ഒഴിവാക്കുന്നു. അപ്പൊ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ കണ്ട് ഈ ന്യായപ്രമാണത്തിന്റെ എല്ലാ നിയമങ്ങളും ഇങ്ങോട്ട് തിരിച്ചെടുത്ത് താൻ യാഗം കഴിക്കാൻ പോയി എന്നല്ല അർത്ഥം. ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു. കാരണം എന്താ? അവരുടെ ഒരു സ്വീകരണം കിട്ടണം. സ്വീകരണം ഇതിനു വേണ്ടിയാ, സുവിശേഷത്തിന് ഒരു സ്വീകരണം കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ്. ദൈവം സഹായിക്കട്ടെ. അടുത്ത 22-ാം വാക്യത്തിലേക്ക്, അല്ല 21-ന്റെ 2-ാം പകുതിയിലേക്ക് വരാം. അടുത്തത്, ന്യായപ്രമാണം ഇല്ലാത്തവരെ നേടേണ്ടതിന്, മറ്റേ 21-ന്റെ ആദ്യ ഭാഗം നമ്മൾ നേരത്തെ ചിന്തിച്ചാൽ, ദൈവത്തിന് ന്യായപ്രമാണം ഇല്ലാത്തവനാകാതെ ക്രിസ്തുവിന് ന്യായപ്രമാണം ഉള്ളവനായിരിക്കുക. ദൈവത്തിന് ന്യായപ്രമാണം ഇല്ലാത്തവനാകാതെ ഡബിൾ നെഗറ്റീവാണ്. അതിന്റെ അർത്ഥം ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് പൂർണ്ണ വില കൊടുത്ത് വിട്ടുവീഴ്ച ചെയ്യാതെ ക്രിസ്തുവിന്റെ കൽപ്പന മുഴുവൻ പാലിച്ചുകൊണ്ട് തനിക്ക് സമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് അതിന്റെ 2-ാം ഭാഗത്ത് എന്താ പറയുന്നത്? ഞാൻ ന്യായപ്രമാണം ഇല്ലാത്തവർ ആരാണ്? അത് ജാതികളാണ്, യഹൂദന്മാരല്ലാത്തവർ. അവർക്ക് ന്യായപ്രമാണം ഇല്ല. ന്യായപ്രമാണം ഇല്ലെന്ന് മാത്രമല്ല, ന്യായപ്രമാണം ദൈവികമാണെന്നൊന്നും അവർ വിശ്വസിക്കുന്നുമില്ല. ന്യായപ്രമാണം ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യുന്നു? ഞാന് ന്യായപ്രമാണം ഇല്ലാത്തവർക്ക് ന്യായപ്രമാണം ഇല്ലാത്തവനെ പോലെയായി. ഞാനും ന്യായപ്രമാണം ഒന്നും പാലിക്കേണ്ട ആവശ്യം എനിക്കില്ല, പൗലോസിനെ ഇല്ല. ഞാൻ ന്യായപ്രമാണം ഒന്നും പാലിക്കുന്നില്ല. അവരുടെ നടുവിൽ ചെല്ലുമ്പോൾ അവരോട് പറയാം, ഞാൻ ന്യായപ്രമാണം ഒന്നും പാലിക്കുന്നവനല്ല, അതിന്റെ ആവശ്യം എനിക്കില്ല, ഞാൻ ക്രിസ്തു വിശ്വാസത്തിലാണ്, യേശു ക്രിസ്തു പറയുന്നതാണ് ഞാൻ കേൾക്കേണ്ടത് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ഇടയിൽ ചെല്ലുമ്പോൾ ഇനി ഒരു പക്ഷേ അവരുടെ വസ്ത്രധാരണമോ ഏതെങ്കിലും സ്വീകരിക്കാവുന്ന യോഗ്യമായ വസ്ത്രധാരണം ഏതെങ്കിലും സ്വീകരിക്കാം. അവരുടെ ഭക്ഷണം അവരുടെ കൂടെ കഴിക്കാനായിട്ട് പറ്റും. ഞാനത് പറയുമ്പോൾ ഒരു കാര്യം എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാകുന്നതായിരിക്കാം. ഇപ്പൊ ഏതെങ്കിലും ഒരു കാട്ടിലുള്ള ഒരു കൂട്ടം ആൾക്കാരോട് സംസാരിക്കാനായിട്ട് പോവുക, അവരോട് സുവിശേഷം പറയാൻ പോവാം. അവിടെ ചെല്ലുമ്പോൾ അവരൊക്കെ മരവുരിയാണ് ധരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അവരുടെ ഇടയിൽ ഒരു സ്വീകരണം കിട്ടാൻ വേണ്ടി, സുവിശേഷം പറയാനുള്ള സ്വീകരണം കിട്ടാൻ വേണ്ടി മരവുരി ധരിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അതുപോലെ ഇവരുടെ ഏതെങ്കിലും അവരുടെ ഡോക്ട്രിൻസ് സ്വീകരിക്കുകയല്ല, അവരുടെ കൾച്ചർ, നമുക്ക് വചനവിരുദ്ധമല്ലാത്ത കൾച്ചറിൽ സ്വീകരിക്കാൻ സാധിക്കും എന്നുള്ള ആശയമാണ്. എന്താ ലക്ഷ്യം? അവരെ എങ്ങനെയും നേടണം. ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, റിസ്ക് ഉള്ള കാര്യമാണ്, അല്ലെങ്കിൽ അതിന്റെ കഠിനാധ്വാനമുള്ള കാര്യമാണെന്ന് നമ്മൾ ഓർക്കണം. അതിനൊക്കെ താൻ തയ്യാറാണ്. എന്താ കാര്യം എന്നറിയാമോ? ചിലരെ രക്ഷിക്കണം എന്നുള്ളത് മാത്രമാണ്. ചിലർ രക്ഷിക്കപ്പെടണം, അനുഗ്രഹിക്കപ്പെടണം. അതാണ്. അടുത്തത് 22-ാം വാക്യം. ബലഹീനരെ നേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി. അതിന്റെ അർത്ഥം എന്താ? ബലഹീനരെ നേടേണ്ടതിന്. ബലഹീനരെ എന്ന് പറയുന്നത് രണ്ടർത്ഥത്തിൽ എടുക്കണം. ഒന്ന്, ബലഹീനത എന്ന് പറയുന്നത് പാപമല്ല. അങ്ങനെ ചിലർ പറയാറുണ്ട്, എനിക്കൊരു ബലഹീനതയുണ്ടെന്ന്, ഒരു പാപ സ്വഭാവത്തിന്റെ ബലഹീനത എന്ന് പറയാറുണ്ട്. അതല്ല ഇവിടുത്തെ. ശരിക്കും 2 വാക്യം വായിച്ചാൽ അത് മനസ്സിലാകും. ഒന്ന്, റോമാലേഖനം 14-ന്റെ 1-ഉം 15-ന്റെ 1-ഉം ഞാൻ അങ്ങ് പറഞ്ഞു പോകാം അവിടുത്തെ ആശയം. റോമർ 14-ന്റെ 1-ൽ പറയുന്ന വിശ്വാസത്തിൽ ബലഹീനരായവരെ ചേർത്തുകൊള്ളുവീനെന്നാണ്. അത് വെച്ചാൽ ദൈവവചനത്തിൽ ബലമില്ലാത്തവർ, ദൈവവചന പരിജ്ഞാനവും ശക്തിയും പ്രാപിച്ചിട്ടില്ലാത്തവർ, അങ്ങനെയുള്ളവരെ നമ്മൾ ചേർത്തുകൊള്ളണം. അവരെ ചേർത്തുകൊള്ളണം. അവരുടെ വചനത്തിൽ പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ അവർക്കുണ്ടാകും, ചില തെറ്റുകളൊക്കെ പറ്റാം. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാല്, ഇപ്പോൾ നമ്മൾ ആരാധനാ യോഗത്തിനൊക്കെ സാധാരണ പാടുക,
ആരാധനാഗാനങ്ങൾ, സ്തോത്രഗാനങ്ങൾ, ദൈവസ്നേഹം, ദൈവമഹത്വം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സാധാരണ പാടുന്നത്. ഒരാള് അദ്ദേഹത്തിന്റെ പരിചയക്കുറവിൽ നിന്ന് എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം എന്നുള്ള പാട്ട് പാടിയാലോ? അദ്ദേഹത്തിന് അതിനെ കുറിച്ചുള്ള പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം ആ പാട്ടങ്ങ് പാടാൻ ആരംഭിച്ചു. നമ്മൾ ഉടനെ തന്നെ നിർത്ത്, ഇതാണോ ഇപ്പൊ പാടുന്നത് ആരാധനാ സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പകരം ആ പാട്ട് നമ്മൾ കൂടെ പാടുക, കൂടെ അതങ്ങ് പാടണം. പാടി അവിടെ അങ്ങനെയുള്ളവരെ ചേർത്ത് കൊള്ളുവാനാണ് പറഞ്ഞേക്കുന്നത്. ആ പാട്ടൊക്കെ പാടി പിന്നീട് സാവകാശം പോലെ അദ്ദേഹത്തിനെ പോയി കണ്ട്, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കണ്ട് പല കാര്യങ്ങൾ സംസാരിച്ചു വരുന്ന കൂട്ടത്തിൽ പാട്ടുപുസ്തകമൊക്കെ എടുത്തു വെച്ച് അദ്ദേഹത്തെ ഇത് ബോധ്യപ്പെടുത്താൻ പറ്റും. നമ്മൾ പ്രഭാതത്തിൽ സന്ധ്യക്ക് പാടുന്ന പാട്ട് പാടുമോ, സന്ധ്യക്ക് നമ്മൾ പ്രഭാതത്തിൽ പാടുന്ന പാട്ട് പാടുമോ? ഇല്ല. അതെങ്കിൽ ഇപ്പം സന്ധ്യക്ക് പാടാൻ വേറെ, രാവിലെ പാടാൻ വേറെ പാട്ടുണ്ട്, പ്രാർത്ഥനയ്ക്ക് പാടുന്ന പാട്ടുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആരാധനാ സമയത്ത് പാടുന്ന ഇന്ന പാട്ടുകളൊക്കെയാണ് നല്ലത്, അത് വേണം നമ്മൾ പാടാൻ എന്നൊക്കെ ഉറപ്പിച്ച് ഒരു കുഴപ്പവും ഇല്ല. അവരെ ചേർത്ത് കൊള്ളണം. കാരണം ബലഹീനരാണ് അവര്. ആ ബലഹീനതയിൽ നിന്നുണ്ടാകുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതാണ് അതിന്റെ ആശയം. മറ്റൊന്ന് ശക്തിഹീനർ എന്നുള്ള അർത്ഥമാണ്. റോമർ 15:1 ശക്തിയില്ലാത്തവർ എന്ന് വെച്ചാൽ ശാരീരികമായ ബലഹീനതകളുള്ളവരുണ്ട്. അവരെ പ്രത്യേകം കരുതേണ്ടതുണ്ട്. ദൈവത്തിന്റെ ദാസന്മാർക്ക് പ്രത്യേക ഉത്തരവാദിത്തമാണ്. ഇപ്പൊ പൗലോസിനെ പോലെ ഒരാളാണെന്ന് വിചാരിക്കുക, ഒരു രോഗിയായി പ്രയാസം അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ അവിടെ ചിലപ്പോൾ പറയാം, എന്റെ ബ്രദറെ ഞാനും ഒരുപാട് ശാരീരിക ക്ലേശങ്ങളിലൂടെയൊക്കെയാ കടന്നു പോകുന്നത്, എനിക്ക് രോഗമുണ്ടല്ലോ, ശാരീരിക ക്ലേശങ്ങളിലൂടെയൊക്കെയാ കടന്നു. പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ എന്നെ നടത്തുന്നു, ദൈവത്തിന്റെ ശക്തി എന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്നൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കാനായിട്ട് കഴിയും, ധൈര്യപ്പെടുത്താനായിട്ട് കഴിയും. ഇതാണ് ബലഹീനരുടെ ചെല്ലുമ്പോൾ നമ്മളങ്ങ് വലിയ ബലമുള്ളവനായിട്ട് നിൽക്കുകയല്ല. എനിക്ക് ശാരീരിക ക്ലേശങ്ങളുണ്ട്. അതുപോലെ മറ്റേ കാര്യത്തിലും ആത്മീയമായ കാര്യങ്ങളിൽ ബലഹീനടുത്ത് ചെല്ലുമ്പോഴും ബ്രദറെ ഞാനും ദൈവത്തിന്റെ വചനമൊന്നും എനിക്ക് കാര്യമായിട്ട് അറിയത്തില്ലായിരുന്നു, ഞാനൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ, കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പഠിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയാണ് അവരെ ആ ബലഹീനർക്ക് ഞാൻ ബലഹീനായെന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ ഒക്കെ ലക്ഷ്യം എന്താന്നാ 23-ാം വാക്യത്തിൽ പറയുന്നത്. സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷം നിമിത്തം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവരൊക്കെ രക്ഷിക്കപ്പെട്ട സുവിശേഷത്തിന്റെ അനുഗ്രഹം, സുവിശേഷത്തിന്റെ അനുഗ്രഹം സ്വർഗത്തിൽ പോകുക എന്നുള്ളത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങോട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടി ആ സുവിശേഷത്തിൽ ഒരു പങ്കാളിത്തം ലഭിക്കേണ്ടതിന് ഞാന് എല്ലാം സഹിക്കുകയാണ്. ഇതൊക്കെ ചെയ്യുന്നതിന്റെ പിന്നിലെ ഉദ്ദേശം സുവിശേഷം വ്യാപിക്കണം, അനേകർ രക്ഷിക്കപ്പെടണം, രക്ഷയാലുള്ള അനുഗ്രഹം അനേകർക്ക് ലഭിക്കണം എന്നുള്ളത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. സുവിശേഷവൽക്കരണത്തിന്റെ അനിവാര്യത അഥവാ സുവിശേഷം അറിയിക്കുന്നതിന്റെ ഗൗരവം എന്ന വിഷയമാണ് നമ്മൾ പ്രാർത്ഥനാപൂർവ്വം അല്പമായി ചിന്തിച്ചത്. കർത്താവ് നമ്മെ സഹായിച്ചത് ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ.